ഹലോ എവ്രി വൺ. സോ ക്രിസ്മസ് ഒക്കെ ആയില്ലേ, നമ്മളുടെ സ്റ്റേജ് ഡെക്കറേഷൻ, കോളേജിലെ സ്റ്റേജ് ഡെക്കറേഷൻ്റെ ഒരു വീഡിയോ ആണ്. സിമ്പിളായിട്ട് സ്റ്റേജ് ഡെക്കറേഷൻ എൻ്റെ പിള്ളേർ എങ്ങനെയാണ് ചെയ്തതെന്ന് കണ്ടാലോ? ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ക്രിസ്മസ് ഡെക്കറേഷൻ എന്ന് പറഞ്ഞ പാടെ പെയിൻറ്റും ബ്രഷും പേപ്പറും കത്രികയും എല്ലാം എടുത്ത് എല്ലാ പണിയായുധങ്ങളും സംഘടിപ്പിച്ച് എൻ്റെ പിള്ളേർ പണി തുടങ്ങിയിട്ടോ. അവർ ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിട്ട് ചെയ്തിട്ടുള്ള വർക്കായിരുന്നു ഇത്. എല്ലാവരും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ക്രിസ്മസിൻ്റെ സ്റ്റാർസ് ഒക്കെയാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ തേർഡ് ബി കോമിലെ കുട്ടികളാണ് ഇതിൻ്റെ വർക്കുകളെല്ലാം മോസ്റ്റ്ലി ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഫസ്റ്റ് ബി കോമിലെ കുറച്ച് കുട്ടികളൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വേറെ ക്ലാസ്സിലെയും കുറച്ച് കുട്ടികളൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരിരുന്ന് ക്രിസ്മസ് തൊപ്പിയുടെ ഷേപ്പിലുള്ള പേപ്പർ കട്ട് ചെയ്ത് അതിൽ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ചൊരു ഗ്ലിറ്റർ ഷീറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് സ്റ്റാർസ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഇവിടെ കുറച്ചൊരു ക്രിസ്മസ് ട്രീയുടെ ഔട്ട്ലൈനൊക്കെ ഇട്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനുള്ള തിരക്കിലൊക്കെയാണ് കേട്ടോ. ഇതിൽ കംപ്ലീറ്റ് ആയിട്ടും കുട്ടികൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഞാനൊക്കെ അവിടെ വെറുതെ ഇങ്ങനെ നിൽക്കുന്നു എന്നേ ഉള്ളൂ. ഗൈഡൻസ് ഒക്കെ പറഞ്ഞിട്ടും അത് ചോദിച്ചിട്ടും ഒക്കെ ഇത് ചെയ്യണ്ടേ അത് ചെയ്യണ്ടേ എന്ന് പറയുന്നേ ഉള്ളൂ. ബാക്കി ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും പിള്ളേർ തന്നെയാണ് ചെയ്തേക്കുന്നത്. എല്ലാം ഭയങ്കര ഭംഗിയായിട്ട് A to Z അവർ മാനേജ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തൊപ്പിയൊക്കെ ഏകദേശം ശരിയായിട്ടുണ്ട്. ഇവിടെ ഒരാൾ കാര്യമായിരുന്നു സോക്സിൻ്റെ ഒരു മോഡൽ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് കോട്ടൺ വെച്ചിട്ടാണ് നമ്മളതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഗമ്മ് വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. സോ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു വർക്കായിരുന്നു കേട്ടോ. ഇത് നമുക്കങ്ങനെ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളിത് ചെയ്യണ്ടേ അങ്ങനെ ഒരു ഫീലൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കളിച്ച് ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള വർക്കായിരുന്നു ഇത്. വർക്ക് പ്രഷറോ അല്ലെങ്കിൽ നമുക്കത് ചെയ്യണ്ടേന്നുള്ളൊരു ഫീലോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഭയങ്കരമായിട്ട് കോർഡിനേറ്റഡായി എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്ന് തമാശയൊക്കെ പറഞ്ഞ് നന്നായി എൻജോയ് ചെയ്തിട്ടാണ് ഇതിൻ്റെ എല്ലാ വർക്കും ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഒരിക്കലും അയ്യോ ഇത് ചെയ്യണ്ടേ അത് കംപ്ലീറ്റ് ആയിട്ടില്ല അങ്ങനെ ഒന്നും ഒരു ഫീലില്ല. എല്ലാവരും ഭയങ്കരമായിട്ട് ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് എല്ലാവരും. ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞതിൻ്റെ സന്തോഷമാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടത്. ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കഴിയുമ്പോഴും അതിനൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷിച്ച് ചെയ്ത വർക്കായിരുന്നു ഇത്. ഇതിൻ്റെ ക്യാമറാമാൻ മോസ്റ്റ്ലി മോണിക്കയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ മോണിക്കയും, അതായത് നമ്മളുടെ വീഡിയോഗ്രാഫറും ബാക്കി എൻ്റെ പിള്ളേരെല്ലാവരും. അവൾ പല ഷോർട്സിലും ഇല്ല, ബിക്കോസ് അവളാണ് ക്യാമറ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. താങ്ക് യു സോ മച്ച് മോണിക്ക. ഈ ഒരു അവസരത്തിൽ ഞാനത് നന്ദി പറയാനായി ഞാൻ ഉപയോഗിക്കുന്നു. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതായിരുന്നു കട്ട് ചെയ്യുന്നത് കണ്ടില്ലേ. കാര്യമായിട്ടിരുന്ന് പെയിൻറ്റ് ചെയ്യലും കട്ട് ചെയ്യലും ഒക്കെ ആയിട്ട് എല്ലാ കാര്യത്തിനും റെഡി ആയിരുന്ന കൊച്ചുങ്ങളായിരുന്നു. ഞാനിതിങ്ങനെ ചോദിക്കുമായിരുന്നു, ഇതിങ്ങനെ നമ്മളെങ്ങനെ ഒട്ടിച്ച് വയ്ക്കും, എങ്ങനെയാണ് നമ്മളത് ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അതിന് ശേഷം ക്രിസ്മസ് ട്രീ വരച്ച മാത്രമല്ലേ ചെയ്തിട്ട് കാര്യമില്ലല്ലോ, നമ്മളതിന് പെയിൻറ്റും കൂടെ ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് തകൃതിയായി പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൊച്ചുങ്ങളെയാണ് നിങ്ങൾ കാണുന്നത്. സോ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും ചെറുതായിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യാൻ ഇങ്ങനെ നിന്നേ ഉള്ളൂ കേട്ടോ. മുഴുവനൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് ബാക്കി വർക്കിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ മുഖം കാണിച്ച് പോകുന്ന ഒരാളായി മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. ബാക്കി എല്ലാം കുട്ടികൾ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓരോ ക്ലാസ്സുകളിലും ഒക്കെ പോയിട്ട് എല്ലാ കാര്യങ്ങളും ഓരോരുത്തരും അവർ തന്നെ ഡിവൈഡ് ചെയ്ത് വർക്കുകളൊക്കെ ഡിവൈഡ് ചെയ്തെടുത്ത് അവർ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ പ്രോഗ്രാം ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ വർക്ക് ചെയ്യുന്നു എന്നുള്ള രീതിക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇതിനിടെ കൂടെ അവരുടെ കുഞ്ഞു കുഞ്ഞ് പരാതികളൊക്കെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മിസ് അവളിങ്ങനെ കുഞ്ഞു പിള്ളേരെ മാതിരി പരാതിയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികളെയാണ് നിങ്ങൾ കാണുന്നത്. ഡിഗ്രി സ്റ്റുഡൻസായി തേർഡ് ഇയർ സ്റ്റുഡൻസായി എന്നൊക്കെ പറഞ്ഞാലും ഇവരിപ്പോഴും കുഞ്ഞു കൊച്ചുങ്ങളാണ്. ഓക്കെ, അതിനിടെ കൂടെ തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചിരിച്ച് പിന്നെ ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ കടന്നു. അത് മാത്രം പോരല്ലോ, നമുക്ക് വേറെ കുറേ കാര്യങ്ങളൊക്കെ വേണ്ടേ. അവരവിടെ പെയിൻറ്റിങ് നടക്കുന്നു, അവരവിടെ കുറേ ബോക്സസ് ഇരിക്കുന്നു. ഇങ്ങനെയാണ് ഞങ്ങളുടെ ഓഡിറ്റോറിയം ഉണ്ടായിരുന്നത് കേട്ടോ. ആകെ കൂടെ കുറച്ച് അലങ്കോലമൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നതന്നെയാണ്. ഇതൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തെടുത്തു, അത് വേറെ കാര്യം. സോ എല്ലാവരും അവിടെ വർക്കിലാണ്. സോ മോണിക്ക പോയിട്ട് എല്ലാവരുടെയും വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ള കുട്ടികളുടെയൊക്കെ പേര് പറയാത്തതിൽ ക്ഷമിക്കണം, കുറേ പേരുണ്ട്. എല്ലാവരുടെയും കൂടെ പേര് എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. ഐ ലവ് യു ഓൾ. ഓക്കെ, സോ ഇവിടെ പെയിൻറ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദെൻ ഗ്ലിറ്റർ ഷീറ്റ്സ് വേറെ കുറേ പേര് കുഞ്ഞു സ്റ്റാർസിൻ്റെ രൂപത്തിൽ കട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഈ ഒരു ബോക്സസ് വെച്ചിട്ട് നമുക്കൊരു സ്നോമാനെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് നെക്സ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ ബോക്സസ് എടുത്തിട്ട് അതിനെ വൈറ്റ് പേപ്പർ കൊണ്ട് കവർ ചെയ്ത് അതിനൊന്ന് ഓർഡറിലാക്കി അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഒരു സ്നോമാൻ ആക്കി എടുക്കാം എന്ന് പറഞ്ഞിട്ട് സ്നോമാൻ ഉണ്ടാക്കാനുള്ള പരിപാടികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ വേറെ കുറേ ഡിസ്കഷൻസ് ചെയ്യുന്നുണ്ട്, വേറെ കുറേ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികൾ തന്നെയാണ് ചെയ്യുന്നത്, ഞാനിങ്ങനെ ഇരിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള സത്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഈ വീഡിയോയിൽ എന്നെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിലും കാര്യമായിട്ടുള്ള വർക്കുകളൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഗൈഡൻസ് കൊടുക്കുന്നു,
കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതൊക്കെ ഉള്ളൂ. ഞാനിതിങ്ങനെ അവിടെ വെച്ചാൽ മതിയല്ലോ, ഇവിടെ വെച്ചാൽ മതിയല്ലോ, അത് ചെയ്യേണ്ടേ ഇത് ചെയ്യേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് മാത്രമേ ഉണ്ടെന്നുള്ളൂ. വർക്ക് മുഴുവൻ വന്നിരിക്കുന്നത് കൊച്ചുങ്ങളുടെ കയ്യിൽ. സോ ഇങ്ങനെ ബോക്സിൽ നമ്മൾ ചുറ്റും എല്ലാ സൈഡും ഇത് ഒട്ടിക്കുക, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒട്ടിച്ചതിന് ശേഷം നമ്മളതിനെ കറക്റ്റായിട്ടൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമ്മളൊരു സ്നോമാൻ്റെ ഒരു ഇത് ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ്. സോ ഇങ്ങനെ കുറച്ചൊക്കെ ഞാൻ ഒട്ടിച്ചെടുത്തു, ഒരെണ്ണമൊക്കെ ഒട്ടിച്ചെടുത്തു. അങ്ങനെ പശ തേക്കുന്ന സമയത്ത് സൈഡിൽ മാത്രം മതിയില്ലേ മിസ്സേ എന്നാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുറകുന്നത്. അപ്പോൾ ഞാൻ ഓക്കെ ഫൈൻ എന്നും പറഞ്ഞിട്ട് ഞാൻ സൈഡിൽ മാത്രമാണ് ഒട്ടിച്ചത്. അതിന് ശേഷം ഇങ്ങനെയുള്ള വൈറ്റ് പേപ്പർ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ട് ഒരു സ്നോമാൻ ഇല്ലാതെ എന്ത് ക്രിസ്മസിൻ്റെ വൈബൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സ്നോമാനും കുറച്ച് സ്നോഫ്ലേക്സും കുറച്ചിങ്ങനെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണണമല്ലോ. അത് അവിടെ കാര്യമായിരുന്നു എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ദെൻ അതിനുശേഷം അതിൻ്റെ കണ്ണ് നമ്മൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. സോ എൻ്റെ ബ്രഷൊക്കെ തന്നിട്ട് മിസ് കണ്ണ് വരയ്ക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചെറുതായിട്ടൊരു വട്ടമൊക്കെ ഇട്ടെടുത്തു എന്നേ ഉള്ളൂ. ബാക്കിയുള്ള കൊച്ചുങ്ങൾ തന്നെയാണ് ചെയ്തത്. സോ അങ്ങനെ ഒരു വട്ടമൊക്കെ ഇട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും വേറെ കുറച്ച് പേരും കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്തൂടെ കുറേ കൊച്ചുങ്ങളൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ അവരും കുറേ അധികം കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഈ ക്രാഫ്റ്റും വരയ്ക്കലും ഒക്കെ ആയിട്ട്. ഇവിടെ അതിൻ്റെ ബാക്കി പാർട്സിലേക്കൊക്കെ വരയ്ക്കൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മൂക്ക് നമ്മളിങ്ങനെ വെക്കുമല്ലോ, ഒലാഫിൻ്റെ മൂക്ക് പോലത്തെ സാധനം, ക്യാരറ്റ് പോലത്തെ സാധനം, അത് ഉണ്ടാക്കി ഒട്ടിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സോ ബാക്കിയുള്ളവരൊക്കെ അത് പെയിൻറ്റ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം ഈ ഗിഫ്റ്റ് പോലെ നമുക്കിങ്ങനെ റാപ്പ് ചെയ്തിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കുറേ കുഞ്ഞു സ്റ്റാർസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഗിഫ്റ്റ് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കാറ്റ് ഊതി നിറച്ച് നമ്മളൊരു ഗിഫ്റ്റാക്കി വെക്കണമല്ലോ, അതാണ് കൊച്ചുങ്ങൾ ഈ ഊതിക്കൊണ്ടിരിക്കുന്നത്. ദെൻ അതിനുശേഷം ഇതൊക്കെ നമ്മൾ കർട്ടനിൽ ഡെക്കറേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം കറക്റ്റായിട്ട് അവിടെ അതാത് സ്ഥാനങ്ങളിലായിട്ട് കൊച്ചുങ്ങൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ദൂരം നോക്കുമ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എല്ലാം ഞങ്ങൾ ഏകദേശം ഒട്ടിച്ച് കഴിഞ്ഞു. നടുള്ള ഫ്ലെക്സ് ഒക്കെ വെച്ചു. ജോയക്സ് നോയൽ എന്നായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ പേരായിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹാപ്പി ക്രിസ്മസ് തന്നെയാണ് മീനിങ് വരുന്നത്. സോ കണ്ടോ, നമ്മുടെ ഒലാഫൊക്കെ റെഡിയാണ്. ക്രിസ്മസ് ട്രീ നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ്സ് നമ്മൾ റാപ്പ് ചെയ്ത്, ചുമ്മാ പെട്ടിയാണ് എന്നാലും നമ്മൾ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊപ്പികളും കാര്യങ്ങളും സ്നോഫ്ലേക്സും സ്റ്റാർസും എല്ലാം നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. 3 ദിവസത്തെ പണിക്ക് ശേഷം നമ്മളുടെ സ്റ്റേജ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. 3 ദിവസത്തെ പണി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വർക്ക് ഇതിലുണ്ടോ എന്നുള്ളത് നോക്കണ്ട. ഫ്രീ ടൈമിൽ മാത്രമാണ് ഞങ്ങളിത് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് 3 ദിവസം എടുത്തു എന്നേ ഉള്ളൂ. ആ ദിവസം രാവിലെ നമ്മൾ കുറച്ച് ബലൂൺസൊക്കെ വെച്ച് കൂടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് ഇത്തവണ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മളുടെ ഫൈനൽ സ്റ്റേജ് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. തലേ ദിവസത്തെ ആണിത്. ബലൂൺസ് ഒട്ടിച്ചിട്ടില്ല, അത് ആ ദിവസം രാവിലെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ക്രിസ്മസ് പരിപാടിയുടെ ദിവസം രാവിലെ ഞങ്ങൾ ആ പോഡിയം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലൊരു ബലൂൺ കെട്ടാനുള്ള ശ്രമത്തിലാണ് ഞാനും ആരെയും കൂടെ. എന്നിട്ട് അവസാനം ഞങ്ങളത് എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തു. സോ ഇതാണ് നമ്മളുടെ ഡെക്കറേഷൻ ടീം എന്ന് പറയുന്നത്. കുറേ പേര് മിസ്സിംഗ് ആണ്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. മെറി ക്രിസ്മസ് എവരി വൺ ആൻഡ് മഹാലോ.